ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്. കാരണം കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസിയായിരുന്നു. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 82 hours ഫ്ലൈ ചെയ്തു. 10 layers ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ കൊച്ചിയിലോട്ട് വരുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഫ്ലൈറ്റിലോട്ട് പോകുന്നു. അങ്ങനെയായിരുന്നു, ഭയങ്കര സീനായിരുന്നു. ഈ മാസം പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആണ്. കാരണം എനിക്ക് 24th മുതൽ എനിക്ക് ലീവാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ എനിക്കൊരു 2 days ഓഫ് ഉണ്ടായിരുന്നു. ഒന്ന് പാലക്കാടിലോട്ട് പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പം മമ്മി പറഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് നീ ബസ് ബുക്ക് ചെയ്യണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജാനുവിനെയും കൂട്ടിയിട്ട് വരാമെന്ന്. ഇവളാണ് കേട്ടോ ജാനു. 13 years ആയി. കുറച്ച് കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. വീട്ടിലുള്ള ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ ഇവള് വരച്ച വരയിൽ നിർത്തും. അയ്യോ, അവർക്കൊക്കെ ഇവളെ പേടിയാണ്. വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണിയെടുക്കണ്ട, അതാണ് കേട്ടോ മെയിൻ. അമ്മേ ഭക്ഷണം, അമ്മേ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മുന്നിലെത്തും അല്ലേ. അതാണ് മെയിൻ കാരണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മാസം ഖത്തറിലോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സ്റ്റാഫ് ട്രാവലുണ്ട്. സ്റ്റാഫ് ട്രാവലിന് ഞങ്ങൾക്ക് ജസ്റ്റ് എയർപോർട്ട് ടാക്സസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പേ ചെയ്താൽ മതി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. പിന്നെ അതുപോലെ തന്നെ അൺലിമിറ്റഡ് ടിക്കറ്റ്സ് ആണ്. ഇൻഡിഗോയുടെ സർവീസ് എവിടെയൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നോമിനേറ്റ് ചെയ്യണം. എൻ്റെ ഓൺ ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ഇൻലോസിനെയോ എനിക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ മാക്സിമം 6 മെമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും സ്റ്റാഫ് ട്രാവൽ എനിക്ക് PL കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ അങ്ങോട്ട് വരാം. എനിക്ക് കുറച്ച് ഈ ഹെക്റ്റിക് ഫ്ലൈങ് നിന്ന് ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പാലക്കാട് പോയിട്ട് എനിക്ക് കുറച്ച് ഹണി ഒക്കെ മേടിച്ചിട്ട് വരുമെന്ന്. ഞാൻ പാലക്കാട് ധോണിയിലാണ് താമസം. ധോണി എന്ന് നിങ്ങളൊക്കെ കേട്ട് മറ്റേ മഹേന്ദ്ര സിംഗ് ധോണി അല്ല കേട്ടോ. ഇത് ധോണി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഫോറസ്റ്റാണുള്ളത്. ധോണി ഫോറസ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാട്ടുതേൻ കിട്ടും. അത് നമ്മുടെ ഒറിജിനൽ ഹണി ആട്ടോ. അപ്പം ഞാൻ ഹണി പിന്നെ മുട്ടിക്കുളങ്ങര എണ്ണയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾ ഈ മുട്ടിക്കുളങ്ങര എണ്ണയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പം ശരി ഗൈസ്, ടാറ്റാ.